ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കൊടൈക്കനാൽ ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ കണ്ടിരിക്കുന്നത്. പിള്ളേർ തകൃതിയായിട്ട് കളിയും കാര്യങ്ങളായിട്ട് നടക്കുവാണ്. പുലർച്ചെ ഏകദേശം 12:30 ഞങ്ങളെല്ലാവരും എത്തിയതേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഓരോരുത്തരായിട്ട് വണ്ടിയിലോട്ട് ഓരോ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ യാത്ര ആരംഭിച്ച്. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവർ ചേട്ടൻ അത്യാവശ്യം നല്ലപോലെ പുറപ്പിച്ചൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ അധികം തിരക്കും കാര്യങ്ങളില്ല. പുലർച്ചെ തന്നെ എത്തുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. ഡ്രൈവർ ചേട്ടനെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടപ്പുള്ളിയായിട്ട് ഒരു തന്നെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും പാതി മയക്കത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഹെവി ബ്ലോക്കാണ്, കണ്ടില്ലേ? ഒരു രക്ഷയില്ല. വണ്ടി ഇങ്ങനെ വരിയായിട്ട് പുറയോളം കിടക്കുകയാണ്. ഏകദേശം കൊടൈക്കനാലിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മൾ താമസം എടുത്തിരിക്കുന്നത്, സ്റ്റേ എടുത്തിരിക്കുന്നത്. ഒരു ഉൾപ്രദേശമാണ്. നല്ല മലയും നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ്. അത് പോകുന്ന വഴികളാണ്. റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കുവാണ്. നല്ല ഇറക്കവും ഏറ്റവും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കെന്നും പറഞ്ഞിട്ടൊരു പ്ലേസ് എങ്ങനെയാണെന്ന് ഞങ്ങൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. നല്ല പച്ചപ്പ്, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു ഇതില്ല. ഇതൊക്കെയാണ് റൂമും കാര്യങ്ങളും വരുന്നത്. പുറമായിട്ടൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് അടുത്ത ആൾക്കാർ പറഞ്ഞത്. ഹലോ ഗൈസ്, നമ്മൾ റെസ്റ്റും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു ട്രെക്കിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോണ വഴി ഉള്ളൊരു വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ലൊരു ടോപ്പിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ നമ്മൾ സ്റ്റേ അടിക്കുന്നതിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കണം. ഉൾക്കാടാണ്. നമുക്ക് നമ്മുടെ അവിടുത്തെ സ്റ്റേ എടുത്തിരിക്കുന്ന അവിടുന്ന് നമുക്ക് 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കൂടെ പോകാനായിട്ട്. അടിപൊളി വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്നു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഏരിയാസ് കാണാനായിട്ട് പുറത്തേക്ക് പോകൽ പാടായിരിക്കും. നമ്മളൊരു 4-വീലർ 4x4 വണ്ടിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ കാട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പുള്ള ചെറിയൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. നല്ല തണുപ്പും കാറ്റും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാണ് കുത്തനെയുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോകുന്ന വഴി നിറച്ച് മൂട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ ആ വലിയ ശരിയായിട്ടുള്ള എന്നാലും നമുക്ക് വലിയ റിസ്ക്കിലാണ് പോകാൻ യാത്ര ചെയ്തത്. എല്ലാവരും അങ്ങനെ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ അർമാദിച്ചു. നല്ല രസമായിരുന്നു. നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ആയിട്ട് തോന്നിയില്ല. നമുക്ക് പിള്ളേരായിട്ടൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡായിട്ട് വന്ന ആൾ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേ അടിക്കുന്ന ഇവിടുന്ന് 2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് വരണം. നടക്കുന്ന ഇത്തിരി കുത്തനെ ഉള്ള ഇറക്കവും കാര്യങ്ങളാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നോർമലായിട്ടുള്ളൊരു ഫുഡിങ്ങാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല.